നിരവധി സന്ദർശകരെ ആകർഷിച്ചിരുന്ന 4.5 ഏക്കറോളം വിസ്തൃതിയുള്ള അന്തിക്കാട് കുളത്തിൽ വൻതോതിൽ മീനുകൾ ചത്തുപൊങ്ങി. ഇതോടെ പരിസരമാകെ ദുർഗന്ധം നിറഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസമായി കുളത്തിലെ വെള്ളത്തിന് കടുത്ത ദുർഗന്ധവും നിറവ്യത്യാസവും ഉപരിതലത്തിൽ കട്ടയുള്ള പാടയും രൂപപ്പെട്ടിരുന്നു. ജലം പൂർണ്ണമായും മലിനമായ നിലയിലാണെന്ന് കാണിച്ച് നാട്ടുകാർ നേരത്തെ അധികൃതർക്ക് പരാതി നൽകിയിരുന്നു. മലിനീകരണത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി കഴിഞ്ഞ ദിവസം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു. കൊച്ചിൻ ദേവസ്വത്തിന്റെ അധീനതയിലുള്ള കുളമായതുകൊണ്ട് പ്രശ്നപരിഹാരത്തിനായി ദേവസ്വത്തിന് കത്ത് നൽകി ത്രിതല പഞ്ചായത്തിന്റെയും പൊതുജനത്തിന്റെയും പങ്കാളിത്തത്തോടെ കുളം മാലിന്യമുക്തമാക്കുന്നതിന് പദ്ധതി ആലോചിച്ചു. ജലപരിശോധനയും നടത്തി. ഇതിനിടെയാണ് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തത്. നൂറുകണക്കിന് ആളുകൾ നിത്യവും ആശ്രയിക്കുന്ന ഈ ജലാശയം സമീപ പ്രദേശത്തെ ജലസ്രോതസ്സുകളെ സമൃദ്ധമാക്കുന്നതാണ്. കുളത്തോട് ചേർന്നുള്ള നടപ്പാത, ഓപ്പൺ ജിം, വിശ്രമ കേന്ദ്രങ്ങൾ എന്നിവയും ദിവസേന നിരവധി പേർ ഉപയോഗിക്കുന്നുണ്ട്. അതിനാൽ ജലമലിനീകരണം പൊതുജനാരോഗ്യത്തെയും പരിസ്ഥിതിയെയും ഒരുപോലെ ബാധിക്കുമെന്നാണ് ആശങ്ക. 2 ദിവസമായിട്ടാണ് ഈ കുളത്തിലെ മീനുകൾ ഇങ്ങനെ ചത്തുപൊന്താനും ഇതായുള്ളത്. 10 കിലോ 5 കിലോ ഉള്ള മീനുകൾ ചത്തുപോകുന്നത്. ഇവിടെ കുടിവെള്ളവും ഈ കുളത്തിൽ നിന്ന് വരുന്ന ഇതാവണത്. ഈ കുളമൊന്നും ശുദ്ധീകരിക്കാനായിട്ടല്ല, രാഷ്ട്രീയക്കാരായിക്കോട്ടെ നാട്ടുകാരായിക്കോട്ടെ എല്ലാവരും കൂടി ഒന്ന് സഹകരിച്ചാൽ വളരെ ഉപകാരമായിരിക്കും. ഇലകൾ വീണും മാലിന്യം അടിഞ്ഞുകൂടിയും പായൽ നിറഞ്ഞ് പാട രൂപപ്പെട്ടതിനാൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞതുമൂലമാണ് മത്സ്യങ്ങൾ ചത്തതെന്നാണ് വിദഗ്ധ അഭിപ്രായം. മതിൽ കെട്ടി വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റി മീൻ മുഴുവനായി പിടിച്ച് വെള്ളം ക്ലോറിനേഷൻ നടത്തണമെന്നാണ് ആവശ്യം. അതിഭീകരമാണ് നമ്മുടെ ഇതിൻ്റെ അവസ്ഥ. പ്രത്യേകിച്ച് പകർച്ചവ്യാധികൾ വ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. അപ്പോൾ ഇതിലെ വെള്ളം ഉപയോഗിച്ചുണ്ടാകുന്ന വലിയ ബുദ്ധിമുട്ടുകൾ ഈ നാട്ടിലെ ആളുകൾക്ക് ഉണ്ടാകാതിരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ ആരായാലും അവർ ഇതിലിടപെട്ട് പരിഹാരം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സമീപത്തുള്ള പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം, മൃഗസംരക്ഷണ ഓഫീസ് കെട്ടിടം, മറ്റ് സർക്കാർ കെട്ടിടങ്ങൾ എന്നിവയിൽ നിന്നുള്ള വെള്ളം പൈപ്പ് വഴി കുളത്തിലേക്ക് ഒഴുക്കിയാൽ മഴവെള്ളക്കൊയ്ത്തിലൂടെ ഭൂഗർഭജലത്തിന്റെ തോത് വർദ്ധിപ്പിക്കാനാകുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. TCV തൃശൂർ.